ഓക്കെ, ഇനി നമുക്കൊരു ടി സെക്ഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതിൽ അവർ തന്നിട്ടുണ്ട് ഇതെന്താണ്, ഇത് 250, ഇത് 10, അതേപോലെ ഇത് 150, 10. ഓക്കെ, ഷേപ്പ് ഫാക്ടറിൻ്റെ ഫോമുല എന്താണ്? എസ് ഈക്വൽ ടു ZP/ZE ആണല്ലോ. അപ്പോൾ ZP എന്ന് പറയുന്നത് എന്താണ്? A/2 ഇൻറ്റു y1 ബാർ പ്ലസ് y2 ബാർ. ഓക്കെ, ഈ കേസിൽ, അതായത് ഈ ടി സെക്ഷൻ വരുന്ന കേസസിലൊക്കെ ഇതിപ്പം സിമെട്രിക്കൽ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ സെൻട്രോയിഡൽ ആക്സിസും ഈക്വൽ ഏരിയ ആക്സിസും രണ്ടായിട്ടാണുള്ളത്. ഓക്കെ, അത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ഇത് നമ്മൾ 1 ആയിട്ട് എടുത്താൽ ഇത് 2 ആയിട്ട് എടുക്കാം. ഓക്കെ, എടുത്താൽ ഫസ്റ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 250 ഇൻറ്റു 10. ഓക്കെ, 250 ഇൻറ്റു 10 പ്ലസ് ഇത് എത്രയാണ്? ഇത് ഹോൾ 150 ആണ് ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ 140 ഇൻറ്റു 10. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 3900 ആണ്. ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് y1 ബാർ ആൻഡ് y2 ബാർ. ഓക്കെ, ഈ y1 ബാർ ആൻഡ് y2 ബാർ വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ ഏരിയ ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഏരിയ ആക്സിസ് എവിടെയാണെന്നുള്ളത് നമുക്കിനി അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് അറിയുന്നത്? ഈ സെക്ഷൻ തന്നെ നമുക്കൊന്ന് റഫായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടി സെക്ഷൻ. ഓക്കെ, ഇത് എത്രയാണ്? ഇത് 250. ഓക്കെ, ഇത് 10, ഇത് 140, ഇത് 10. ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു, ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ്റെ ഏരിയാസ് ഈക്വലായിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ആവണം. അതാണ് ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3900 ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇത് കൺസിഡർ ചെയ്താൽ, ഓക്കെ, ഒരു ലൈൻ കൺസിഡർ ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പർ ഏരിയ അതേപോലെ തന്നെ ഡൗൺവേർഡ് ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ആ ഡിവൈഡ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്സിസ് ഇപ്പം നമുക്ക് ഇതിൽ എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. അതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3900 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 3900ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1950 ആണല്ലോ. അപ്പോൾ 1950 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇത്ര സെക്ഷൻ്റെ ഏരിയ എത്രയാണ്? 140 ഇൻറ്റു 10. 140 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1400. പക്ഷേ ഇവിടെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമുക്ക് 1950. അപ്പം 1400ക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഈ ഫ്ലാഞ്ചിലായിട്ടാണ് നമ്മുടെ ഈക്വൽ ഏരിയ ആക്സിസ് വരുന്നത്. ഇതെത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇത് നമുക്ക് ഒരു ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ 200 ഇൻറ്റു H എന്ന് പറയുന്നതാണ് ഈ ഏരിയ. മനസ്സിലായോ? ഇത്രയും ഏരിയ എന്ന് പറയുന്നത് 250 ഇൻറ്റു H. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇതിൻ്റെ ഹാഫ്, എന്നാലല്ലേ ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ 250 ഇൻറ്റു H ഈസ് ഈക്വൽ ടു 1950. ഓക്കെ, ഈ ഏരിയയുടെ ഹാഫ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെച്ചിൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ് ഹെച്ച്? നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഹെച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 7.8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ ഹെച്ച് എന്ന് പറയുന്നത് 7.8. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 10 മൈനസ് 7.8. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയെന്ന് പറയുന്നത് ഇവിടെ കാണിക്കാൻ ഞാൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2.2 ആണ്. 10 മൈനസ് 7.8 എന്ന് പറയുന്നത് 2.2. ഓക്കെ, ഇനി നമുക്ക് y1 ബാറും y2 ബാറും നമുക്ക് ഇനി എഴുതാൻ നോക്കും. ഇവിടെ y1 ബാർ എന്ന് പറയുന്നത് ഇതാണിപ്പം 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്ര സെക്ഷനാണിപ്പം നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവിടം തൊട്ട് ഇത്രയും
അതാണ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ y1 ബാർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ ഏരിയ ആക്സിസ്. മനസ്സിലായോ? അതായത് ഇതാണല്ലോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് തൊട്ട് ഈക്വൽ ഏരിയ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് എത്രയാണ്? 7.8/2 ആണല്ലോ. അപ്പോൾ y1 ബാർ എന്ന് പറയുന്നത് 7.8/2 ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 3.9. ഓക്കെ, അതേപോലെ ഇനി y2 ബാർ എന്ന് പറയുന്നത് എന്താണ്? y2 ബാർ എന്ന് പറയുന്നത് ഈ ഹോൾ ഫിഗർ, അതായത് ഈ സ്മോൾ ടി ഇവിടുന്ന് ഒരു സെക്ഷനായിട്ട് ഈക്വൽ ഏരിയ ആക്സിസ് ഉണ്ടല്ലോ, അവിടുന്ന് ഒരു ഇതാണല്ലോ, ഇത്ര ആണല്ലോ നമ്മുടെ ഇതിൻ്റെ സെൻട്രോയിഡ്, ഈ ഫിഗറിൻ്റെ സെൻട്രോയിഡ് തൊട്ട് ഈക്വൽ ഏരിയ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, ഇതാണ് y2 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഇപ്പോൾ 2 ഏരിയാസാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് 1 ഇത് 2 ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഇത് 1 ഇത് 2 ആയിട്ട് എടുക്കുവാണെങ്കിൽ എങ്ങനെ ഫോർമുല വരുന്നത്? a1 y1 പ്ലസ് a2 y2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. ഓക്കെ, ഇവിടെ a1 എന്താണ്? 2.2 ഇൻറ്റു 250. ഓക്കെ, 2.2 ഇൻറ്റു 250 ഇൻറ്റു y1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് തൊട്ട് ഈക്വൽ ഏരിയ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് 2.2/2 ആണ്. ഓക്കെ, 2.2/2. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ഇത് സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ 140 ഇൻറ്റു 10. ഓക്കെ, 140 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1400 ആണ്. ഇൻറ്റു ഇതിൻ്റെ ഹാഫ്, ഇതിൻ്റെ സെൻട്രോയിഡ് തൊട്ട്, ഓക്കെ, ഇതിൻ്റെ സെൻട്രോയിഡ് തൊട്ട് ഈക്വൽ ഏരിയ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് എത്രയാണ്? 140/2. ഓക്കെ, 140/2 എന്ന് പറയുന്നത് ഇവിടം വരെ ആയി, പ്ലസ് 2.2 കൂടി ചെയ്യുക, പ്ലസ് 2.2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 2.2 ഇൻറ്റു 250 പ്ലസ് 1400. ഓക്കെ, 140 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 52.146 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് y2 ബാർ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഏരിയ നമുക്കറിയാം, അതേപോലെ y1 ബാർ അറിയാം, y2 ബാർ അറിയാം. ഓക്കെ, അപ്പോൾ ZP എന്ന് പറയുന്നത് 3900 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y1 ബാർ എന്ന് പറയുന്നത് 3.9 പ്ലസ് y2 ബാർ എന്ന് പറയുന്നത് 52.146. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 109289.7 millimeter cube. അങ്ങനെ നമുക്ക് ZPയുടെ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ZE ആണ് വേണ്ടത്. ZEൻ്റെ ഫോർമുല എന്താണ്? ZEൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ZE ഈസ് ഈക്വൽ ടു I/Ymax ആണ്. ഓക്കെ, ഈ സിമെട്രിക്കൽ വരുന്ന കേസസിൽ എന്താണ്, നമുക്ക് Ymax ഒക്കെ എളുപ്പത്തിൽ കിട്ടും. ജസ്റ്റ് ആ സെക്ഷൻ ഡിവൈഡ് ബൈ 2 അങ്ങ് ചെയ്താൽ മതി. ആ ടോട്ടൽ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ Ymax കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് Ymax അങ്ങനെ ഡയറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ Ymax എന്ന് പറയുന്നത് എന്താണ്? Ymax എന്ന് പറയുന്നത് ഈ T സെക്ഷൻ, നമ്മുടെ സെക്ഷൻ ഉണ്ടല്ലോ ഇവിടെ, T സെക്ഷൻ, ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഈ Ymax എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്രയായിരുന്നു? ഇത് 250, ഇത് 10, ഇതെന്ന് പറയുന്നത് 140, ഇത് 10. ഓക്കെ, ഇത് 1 ആയിട്ട് എടുക്കാം, ഇത് 2 ആയിട്ട് എടുക്കാം. ഇവിടെ Ymax എന്ന് പറയുന്നത് ആദ്യം നമുക്ക് y വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, YB എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല അറിയാം. A1 ഇൻറ്റു y1 പ്ലസ് A2 ഇൻറ്റു y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 ആണല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കുക. A1 എന്താണ്? A1 250 ഇൻറ്റു 10, 250 ഇൻറ്റു 10 ഇൻറ്റു y1 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രോയിഡ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എത്രയായത്? 140 പ്ലസ് 10/2. ഓക്കെ,
140 plus 10/2 plus A2 എന്ന് പറയുന്നത് 140 into 10 140 into 10 into y2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 140/2 ഓക്കെ 140/2 എന്ന് പറയുന്നത് എത്രയാണ് 70 ആണ് ഓക്കെ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 അതായത് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് 2500 പ്ലസ് 1400 ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് 118.077 മില്ലിമീറ്റർ കിട്ടും ഓക്കെ അപ്പോൾ വൈ മാക്സ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡെപ്ത് ഉണ്ടല്ലോ ഈ ടോട്ടൽ ഡെപ്ത് മൈനസ് ഈ വൈ അറ്റ് ദ ബേസ് ഈ വാല്യൂ ചെയ്യുക ഇപ്പം നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് 140 പ്ലസ് 10 150 ആണ് അപ്പോൾ 150 മൈനസ് 118.077 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്കൊരു ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത് ഓക്കെ ആ ചെറിയ വാല്യൂ നമ്മുടെ വൈ മാക്സ് ആയിരിക്കത്തില്ല അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഗ്രേറ്റർ അതായിരിക്കും നമ്മുടെ വൈ മാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വൈ മാക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കിട്ടുന്നത് 118.077 മില്ലിമീറ്റർ ഓക്കെ ആണല്ലോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത് ഐ വാല്യൂ ആണ് വേണ്ടത് അതിൻ്റെ ഫോമുല ഞാൻ പറഞ്ഞായിരുന്നു ഓരോരോ സെക്ഷനിലും റെക്റ്റാങ്കിൾ അതേപോലെ ട്രയാങ്കിൾ സർക്കിളിനൊക്കെ എന്തായിരുന്നു റെക്റ്റാങ്കിൾ വരുന്നത് BD3/12 ആണല്ലോ ഇപ്പോൾ ഇതിപ്പം സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് BD3/12 പ്ലസ് A ഇൻറ്റു H² ആണ് ഫോമുല ഓക്കെ H ബാർ സ്ക്വയർ ആണ് ഫോമുല ഈ H എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എടുക്കാം ഇത് 1 ഇത് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ BD3 എങ്ങനെ എഴുതും 250 ഇൻറ്റു ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ഇവിടെ D ആണ് ഡെപ്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് 10³ വരുന്നത് മനസ്സിലായോ അതായത് 250 ഇൻറ്റു 10³ വരുന്നത് അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 12 പ്ലസ് ഏരിയ 250 ഇൻറ്റു 10 ഓക്കെ 250 ഇൻറ്റു 10 ഇൻറ്റു H ബാർ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് സെക്ഷനിന് ഓക്കെ ആദ്യത്തെ റെക്റ്റാങ്കിൾ സെക്ഷന് H1 ബാർ എന്ന് പറയുന്നത് y ബാർ മൈനസ് y ബാർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ y ബാർ ഓക്കെ ഇതാണ് y ബാർ മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ് H1 ബാർ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ y ബാർ എന്താണ് ഇവിടെ 118.077 മൈനസ് y1 ഇതിൻ്റെ y1 എന്ന് പറയുന്നത് എത്രയായിരുന്നു താണ്ടെ ഈ ടേമാണ് ഫസ്റ്റ് സെക്ഷൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ y1 എന്ന് പറയുന്നത് ഇതാണ് അതെത്രയാണ് 140 പ്ലസ് 10/2 എന്ന് പറയുന്നത് 145 ഓക്കെ 145 ആയല്ലോ ഇത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൽ നമ്മൾ എഴുതി ഇതിൻ്റെയാണ് എഴുതി ഇനി നെക്സ്റ്റ് ഇത് ബാക്കിയുണ്ട് അപ്പോൾ പ്ലസ് ഇതെങ്ങനെ വരും ഇവിടെ ഈ സെക്ഷൻ എങ്ങനെ വരും ഇങ്ങനെയാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ 10 ഇൻറ്റു 140³ ആണ് വരുന്നത് ഓക്കെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് നോക്കുന്നത് അപ്പോൾ 10 ഇൻറ്റു 140³ ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ 10 ഇൻറ്റു 140 ഓക്കെ 10 ഇൻറ്റു 140 ഇൻറ്റു y ബാർ മൈനസ് y2 ഹോൾ സ്ക്വയർ ആണ് y ബാർ എത്രയാണ് 118.077 മൈനസ് y2 എന്ന് പറയുന്നതാണ് ഈ ടേം 70 ഓക്കെ 70 സ്ക്വയർ ഹോൾ സ്ക്വയർ ഓക്കെ മനസ്സിലായോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് അതായത് ഈ 118.077 ആണ് നമ്മുടെ y ബാർ എന്ന് പറയുന്നത് y ബാർ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് വെച്ചോ ഇതാണ് ഇത്രയാണ് നമ്മുടെ 118.077 എന്ന് പറയുന്ന y ബാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ H1 ബാർ ഹോൾ സ്ക്വയർ H1 ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് y ബാർ മൈനസ് y1 അതായത് ഈ സെക്ഷനിന് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് മനസ്സിലായോ അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് ഇത് ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും അതാണ് ഈ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അതേപോലെ ഈ സെക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇപ്പം ഈ
നമ്പർ 2, ഈ നമ്പർ 2ൻ്റെത് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാന്ന് വെച്ചോ, ഇതാണ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഇത് ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്, അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 735576.92 മില്ലിമീറ്റർ ടു ദ പവർ ഓഫ് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ വൈ മാക്സും കിട്ടി, ഐയും കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ നമുക്ക് ZEയിൽ. അപ്പോൾ നമുക്ക് ZE കിട്ടും. ZE ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് 735576.92 ഡിവൈഡഡ് ബൈ 118.077. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഒരു വാല്യൂ കിട്ടും 62294.74 മില്ലിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ZP വാല്യൂ കിട്ടിയായിരുന്നു, അതേപോലെ ZE വാല്യൂവും കിട്ടി. ഇനി നമുക്ക് ഷേപ്പ് ഫാക്ടർ S കണ്ടുപിടിക്കാം, ZP/ZE. അപ്പോൾ ZP/ZE കിട്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.75 കിട്ടും. ഇതാണ് നമ്മുടെ ഷേപ്പ് ഫാക്ടർ. ഇങ്ങനെയാണ് അൺസിമെട്രിക്കൽ വരുന്ന കേസസിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പോർഷൻസിലൊക്കെ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അതായത് ഇവിടെ H എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇവിടെ എന്തുവാണ്, ഈക്വൽ ഏരിയ ആക്സിസ് ആണ് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഈക്വൽ ഏരിയ ആക്സിസ് ലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ ഏരിയ ആക്സിസിലാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ സെൻട്രോയിഡൽ ആക്സിസ് ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യും, ആൻഡ് അതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.